ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്ന ടോപ്പിക്കിൽ പോളിപ്ലോയിഡി ബ്രീഡിങ്ങും മ്യൂട്ടേഷൻ ബ്രീഡിങ്ങുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. എന്താണ് പ്ലോയിഡി? ഒരു ജീവിയുടെ ക്രോമസോം സെറ്റുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന പദമാണ് പ്ലോയിഡി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഹാപ്ലോയിഡ്, ഡിപ്ലോയിഡ്, ട്രിപ്ലോയിഡ് എന്നൊക്കെ കേട്ടില്ലേ. അപ്പൊ നമ്മൾ എല്ലാ ജീവജാലങ്ങളും പ്ലാന്റ്സ് ഉൾപ്പെടെ എല്ലാ അനിമൽസും മിക്കതും ഡിപ്ലോയിഡ് ഓർഗാനിസം. നമ്മുടെയൊക്കെ ശരീരത്തിലെ ഓരോ കോശത്തിനുള്ളിലും 2 സെറ്റ് ക്രോമസോം ഉണ്ട്. അതിൽ ഒരു സെറ്റ് അച്ഛനിൽ നിന്നും ഒരു സെറ്റ് അമ്മയിൽ നിന്നുമാണ്. ഇങ്ങനെ 2 സെറ്റ് ക്രോമസോം ആ സെറ്റിനെ അതിന്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്ലോയിഡ്. 2 സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഡിപ്ലോയിഡ് ഓർഗാനിസം എന്ന് പറയുന്നത്. ഇപ്പൊ എന്തായിരിക്കും ഹാപ്ലോയിഡ്? നമ്മുടെയൊക്കെ ശരീരത്തിലെ ഗ്യാമീറ്റുകളിൽ ഒരു സെറ്റ് ക്രോമസോം മാത്രമേ കാണുള്ളൂ. ആ ഒരു സെറ്റ് ക്രോമസോമിന് ഉള്ള സെല്ലുകളെ ഹാപ്ലോയിഡ് സെല്ലുകൾ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ഹാപ്ലോയിഡ് ആയാലും ഡിപ്ലോയിഡ് ആയാലും ആ സെറ്റുകളുടെ എണ്ണത്തെ, ക്രോമസോമുകളുടെ സെറ്റുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള ആ ഒരു കണ്ടീഷനെയാണ് പ്ലോയിഡി എന്ന് പറയുന്നത്. ചില ജീവികളിൽ ട്രിപ്ലോയിഡ് ആയിരിക്കും. ട്രിപ്ലോയിഡ് നമ്മൾ പഠിച്ചിരിക്കുന്നത് സസ്യങ്ങളിലെ ബീജാനം അഥവാ എൻഡോസ്പം ട്രിപ്ലോയിഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ടെട്രാപ്ലോയിഡ്, അതുപോലെ ഹെക്സാപ്ലോയിഡ്, ഒക്ടാപ്ലോയിഡ്. ടെട്രാപ്ലോയിഡിൽ 4 സെറ്റ് ക്രോമസോമും, ഹെക്സാപ്ലോയിഡിൽ 6 സെറ്റ് ക്രോമസോമും, ഒക്ടാപ്ലോയിഡിൽ 8 സെറ്റ് ക്രോമസോം കാണുന്നു. ഇങ്ങനെ ക്രോമസോം സെറ്റുകളുടെ എണ്ണത്തിനെയാണ് പ്ലോയിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മോണോപ്ലോയിഡ്? ഒരു പൂർണ്ണ സെറ്റ് ക്രോമസോം തന്നെ, അതായത് വ്യത്യസ്ത ജീനുകൾ അടങ്ങിയിരിക്കുന്ന ക്രോമസോയുടെ എണ്ണം ഒരു പൂർണ്ണ സെറ്റിനെയാണ് മോണോപ്ലോയിഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള മോണോപ്ലോയിഡിന്റെ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന ക്രോമസോം നമ്പർ തന്നെയായിരുന്നു. അടിസ്ഥാന ക്രോമസോം നമ്പർ എത്രയാണോ അതാണ് മോണോപ്ലോയിഡ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രോമസോം എണ്ണത്തിലെ മാറ്റത്തിന്റെ തരം അനുസരിച്ച് പ്ലോയിഡുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം: യൂപ്ലോയിഡി ആൻഡ് അന്യൂപ്ലോയിഡി. ക്രോമസോമിന്റെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റത്തിന്റെ തരം അനുസരിച്ചാണ് യൂപ്ലോയിഡി, അന്യൂപ്ലോയിഡി എന്ന് 2 തരം പ്ലോയിഡുകളായിട്ട് തിരിച്ചിരിക്കുക. എന്താണ് അന്യൂപ്ലോയിഡി? ഒരു ക്രോമസോം നമ്പർ സാധാരണ ഡിപ്ലോയിഡ് ഓർഗാൻസിൽ കാണപ്പെടുന്ന നമ്പറിൽ സമാനമല്ലാത്തതും അല്ലെങ്കിൽ അതിന്റെ ഗുണിതമല്ലാത്തതുമായിട്ടുള്ള ക്രോമസോം നമ്പർ ഉള്ള അവസ്ഥയാണ് നമ്മൾ അന്യൂപ്ലോയിഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നോർമലി ഉണ്ടാകുന്ന ക്രോമസോം നമ്പറിനേക്കാൾ എണ്ണത്തിൽ കുറവ് കൂടുതൽ വരാം. ഫോർ എക്സാമ്പിൾ 46 ക്രോമസോമുള്ള മനുഷ്യന്റെ ചില മനുഷ്യർക്ക് 45 ക്രോമസോം ഉണ്ടാകുന്നുണ്ട്, 47 ക്രോമസോം ഉള്ള മനുഷ്യരും ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിൻഡ്രോം ആയിട്ട് ജനറ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ അവസ്ഥയാണ് അന്യൂപ്ലോയിഡ്. നോർമലി ഡിപ്ലോയിഡ് ഓർഗാനിസിന്റെ ക്രോമസോം നമ്പറിനേക്കാൾ എണ്ണം കൂടുതലോ കുറവോ ആയിരിക്കും. അതായത് നോർമൽ ഉണ്ടാകുന്ന ഡിപ്ലോയിഡ് ക്രോമസോം നമ്പറിന്റെ എണ്ണത്തിന് സമാനമായിരിക്കില്ല, അതിന്റെ ഏതെങ്കിലും ഒരു ഗുണിതവും ആയിരിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അന്യൂപ്ലോയിഡ് എന്ന് പറയുന്നത്. അനിമൽസിലൊക്കെ സാധാരണ ഇത് രോഗമായിട്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ചില അന്യൂപ്ലോയിഡുകൾ വെച്ചിട്ട് പ്ലാന്റ്സിൽ നല്ല ക്യാരക്ടറുള്ള പ്ലാന്റുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്താണ് യൂപ്ലോയിഡ്? യൂപ്ലോയിഡ് എന്ന് പറയുന്നത് ഒരു ജീവിയുടെ അടിസ്ഥാന ഗണത്തിന്റെ പൂർണ്ണമായ ക്രോമസോം സെറ്റ് അല്ലെങ്കിൽ ഗുണിതങ്ങളുള്ള അവസ്ഥയായിരിക്കും. ഇപ്പൊ നോർമലി ഒരു ജീവിയിൽ കാണപ്പെടുന്ന ക്രോമസോമിന്റെ എണ്ണം അത് നോർമൽ അതുപോലെ തന്നെ കാണപ്പെടാം, അതിനെ ഡബിൾ ആകാം അല്ലെങ്കിൽ അതിന്റെ ഗുണിതമാകാം. ഇപ്പോൾ ഹാപ്ലോയിഡ് എണ്ണം ക്രോമസോം അതിന്റെ ഡിപ്ലോയിഡ് ആകാം, അതിന്റെ 3 ഇരട്ടി ട്രിപ്ലോയിഡ് ആകാം, ടെട്രാപ്ലോയിഡ് ആകാം, ഹെക്സാപ്ലോയിഡ് ആകാം, ഒക്ടാപ്ലോയിഡ് ആകാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അടിസ്ഥാന ക്രോമസോം നമ്പർ അതേപോലെ ഇരട്ടിക്കുകയോ 3 ഇരട്ടി ആകുകയോ ചെയ്യുന്ന അവസ്ഥയാണ് യൂപ്ലോയിഡി എന്ന് അറിയപ്പെടുന്നത്. മിക്ക ജന്തുക്കളിലും യൂപ്ലോയിഡി മാരകമാണ്. എന്നാൽ സസ്യങ്ങളിൽ ഇത് അതിജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്യാരക്ടർ ആയിരിക്കും. അതായത് സസ്യങ്ങളിൽ ഉള്ള ക്രോമസോം ഇരട്ടിക്കുമ്പോൾ ചിലപ്പോൾ പ്ലാന്റ്സിന്റെ സൈസ് കൂടുക, ഫ്രൂട്ടിന്റെ സൈസ് കൂടുക, നല്ല ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അതുവഴി പുതിയ സ്പീഷീസ് ഉണ്ടാകാനും ബയോഡൈവേഴ്സിറ്റി വൈവിധ്യത്തിന് വെറൈറ്റി ഉണ്ടാകാനും കാരണമാകാം. യൂപ്ലോയിഡ് 2 തരത്തിലാണ് ഉള്ളത്: മോണോപ്ലോയിഡി ആൻഡ് പോളിപ്ലോയിഡി. യൂപ്ലോയിഡ് 2 തരത്തിലുണ്ട്: മോണോപ്ലോയിഡി അല്ലെങ്കിൽ പോളിപ്ലോയിഡി. മോണോപ്ലോയിഡിയും പോളിപ്ലോയിഡിയും പൂർണ്ണമായ ക്രോമസോമുകൾ ഉൾപ്പെടും. ഇപ്പൊ മോണോപ്ലോയിഡ് എന്ന് പറയുമ്പോൾ ഉള്ള ക്രോമസോമിന്റെ ഒരു സെറ്റ് പൂർണ്ണമായിട്ട് ഉണ്ടായിരിക്കും. അത് ഡബിളായ ട്രിപ്പിൾ ആകാം അല്ലെങ്കിൽ ഹെക്സാപ്ലോയിഡ് ആകാം, എന്തായാലും ആകാം. അത് മോണോപ്ലോയിഡിൽ ഒരു സെറ്റ് എന്തായാലും പൂർണ്ണമായിട്ട് കാണും, അതിൽ മാറ്റം ഉണ്ടാകുന്നതാണ് പോളിപ്ലോയിഡ്. എന്താണ് മോണോപ്ലോയിഡ്? നേരത്തെ പറഞ്ഞില്ല, ഹാപ്ലോയിഡ് തന്നെയാണ്. അതായത് ഒരു സസ്യത്തിൽ സാധാരണ ക്രോമസോമുകളുടെ പകുതി കാണപ്പെടുന്ന അവസ്ഥ. ഫോർ എക്സാമ്പിൾ മെയ്സിൽ 20 ക്രോമസോമാണ് സങ്കല്പിക്കുക. ആ 20 ക്രോമസോമിന്റെ പകുതി ഉള്ള അവസ്ഥ, 10 ഉള്ള അവസ്ഥയാണ് മോണോപ്ലോയിഡ് എന്ന് പറയുന്നത്. മോണോപ്ലോയിഡുകൾ പ്രകൃതിയിൽ അപൂർവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാന്ദ്യകരമായിട്ടുള്ള മ്യൂട്ടേഷനുകൾ മറയ്ക്കപ്പെടാൻ വേറെ ജീനുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവ മരിച്ചു പോവുകയും ചെയ്യും. അതായത് ഹാപ്ലോയിഡ് ആയിട്ട് ഒരു പ്ലാന്റും ഡെവലപ്പ് ചെയ്യുന്നില്ല, അതിജീവിക്കുന്നില്ല. കാരണം ആ ഹാപ്ലോയിഡ് ക്രോമസോം എടുക്കുമ്പോൾ
അതിൽ എന്തെങ്കിലും റിസസീവ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതിനെ മാസ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോമിനന്റ് ക്യാരക്ടർ ഉള്ള ജീൻ അവിടെ കാണപ്പെടുന്നില്ല, അല്ലെങ്കിൽ ക്രോമസോം ഇല്ല. അതുകൊണ്ട് തന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം അതിജീവിക്കത്തില്ല, ആ സസ്യങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡിപ്ലോയിഡ് ഓർഗാൻസിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഡിപ്ലോയിഡ് ഓർഗാൻസിൽ 2 സെറ്റ് ക്രോമസോം ഉണ്ട്. അതിൽ ഒരു സെറ്റിൽ റിസസീവ് ജീൻ ഉണ്ടെങ്കിൽ മറ്റേ സെറ്റിലുള്ള ഡോമിനന്റ് ജീനുകൾ അതിന് എന്ത് ചെയ്യും, അലീലുകൾ എന്ത് ചെയ്യും, അതിനെ മാസ്ക് ചെയ്യും. അങ്ങനെ ഒരു മാസ്കിംഗ് പവർ ഉള്ളത് കൊണ്ട് ഡിപ്ലോയിഡുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്നാൽ ഹാപ്ലോയിഡ് ഓർഗാൻസും അതിജീവിക്കാറില്ല, കാരണം അവർക്ക് ആ ഒരു അലീലിനെ മാസ്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു ഡോമിനന്റ് അലീലുകൾ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു നിശ്ചിത ജനിതക രൂപമുള്ള സസ്യങ്ങളിൽ നിന്നും സസ്യങ്ങൾ വേഗത്തിൽ വികസിപ്പിക്കാൻ സസ്യ ബയോടെക്നോളജിയിൽ ഈ മോണോക്ലോഡ് പ്രയോഗിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആന്തർ കൾച്ചർ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ചെടികളുടെ ആന്തർ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിൻ്റെ അകത്തുള്ള പോളൻ ഗ്രെയിനും പല പാട്ടുകൾ അല്ലെങ്കിൽ പോളൻ മദർസിൽ നിന്നുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ ഹാപ്ലോയിഡ് ആണെന്ന് അറിയാം. ഈ ഹാപ്ലോയിഡ് പോളൻ വെച്ചിട്ട് പുതിയ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു. ഹാപ്ലോയിഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ജീവികളെ നിലനിർത്താൻ ബയോടെക്നോളജിയിൽ മാത്രമേ കഴിയൂ. നോർമലി അത് പോസിബിൾ അല്ല. ബയോടെക്നോളജി വഴി, ടിഷ്യൂ കൾച്ചർ വഴി ഇങ്ങനെയുള്ള ഹാപ്ലോയിഡ് സെല്ലുകളിൽ നിന്നും ഹാപ്ലോയിഡ് ഓർഗാൻസിനെ ഡെവലപ്പ് ചെയ്യുന്നു. നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് പോളിപ്ലോയിഡ് ബ്രീഡിംഗ്. ഇപ്പൊ എന്താണ് പോളിപ്ലോയിഡ്? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 2 സെറ്റ് ക്രോമസോമുകൾ കൂടുതൽ എണ്ണമുള്ളത്, അതിന്റെ ഇരട്ടിയാകാം അല്ലെങ്കിൽ 3 ഇരട്ടിയാകാം, അങ്ങനെ 2 സെറ്റിൽ കൂടുതൽ ക്രോമസോം സെറ്റുകളുള്ള അവസ്ഥയാണ് പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇത് സസ്യങ്ങളിൽ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. പുതിയ ജീവിവർഗങ്ങളുടെ ഉത്ഭവമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. പല ചെടികളിലും പുതിയ വിളകൾ ഉണ്ടാകുമ്പോൾ പോളിപ്ലോയിഡ് കണ്ടീഷനുള്ള ഒരുപാട് വിളകൾ ഉണ്ടാകും. നാച്ചുറലി ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ മനുഷ്യന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നോർമലി സസ്യങ്ങളിൽ പോളിപ്ലോയിഡ് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. പോളിപ്ലോയിഡ് പ്രകൃതിയിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്നു. കൂടാതെ പൊരുത്തപ്പെടുന്ന അഡാപ്റ്റേഷനും സ്പീഷീസ് വൽക്കരണത്തിലും സ്പീഷീസ് ഉണ്ടാകുന്നതിന് വളരെയധികം സഹായിക്കുന്നത് പോളിപ്ലോയിഡിലാണ്. സസ്യത്തിന്റെ വലുപ്പവുമായിട്ട് ഇതിന് വളരെയധികം പോസിറ്റീവ് ബന്ധമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞു, ക്രോമസോം ഇരട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആ പ്ലാന്റ്സിന്റെ സൈസ് കൂടാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഫ്രൂട്ടിന്റെ സൈസ് കൂടാനും കണ്ടന്റ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പോളിപ്ലോയിഡിന്റെ ചരിത്രം എന്താണ്? കൃത്രിമമായിട്ട് പോളിപ്ലോയിഡ് ഉണ്ടായിട്ടുണ്ട്. അതിന് ഉദാഹരണം നൽകിയത് വിംഗ്ലർ എന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ പോളിപ്ലോയിഡ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. സൊളാനം നൈഗ്രത്തിന്റെ സസ്യത്തിന്റെ ഗ്രാഫ്റ്റിന്റെ തണ്ടിൽ നിന്നും ഉണ്ടാകുന്ന ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടുണ്ടായ കാലസ് ടെട്രാപ്ലോയിഡ് ആണ് അദ്ദേഹം കണ്ടത്. അതായത് സൊളാനം നൈഗ്ര എന്ന പ്ലാന്റിന്റെ കാണ്ടത്തിന്റെ കുറച്ച് സെല്ലുകൾ എടുത്തിട്ട് അതിനെ ടിഷ്യൂ കൾച്ചർ ചെയ്തപ്പോൾ സെല്ലുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് നമ്മൾ കാലസ് എന്നതിൽ പറയുന്നത്. ഈ കാലസിലുള്ള ഓരോ സെല്ലുകളും അതിനകത്തുള്ള ക്രോമസോം ഇരട്ടിച്ചിരിക്കുന്നതായിട്ട് കണ്ടത് ടെട്രാപ്ലോയിഡ് അവസ്ഥയിലാണ് കാണപ്പെടുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് ആ ഒരു പേര് പോളിപ്ലോയിഡ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സസ്യങ്ങളിൽ എങ്ങനെയാണ് ഈ പോളിപ്ലോയിഡ് ഉണ്ടാകുന്നത്? നാച്ചുറൽ ആയിട്ട് മ്യൂട്ടേഷൻ നടക്കുമ്പോൾ, ഏതെങ്കിലും റേഡിയേഷനോ അല്ലെങ്കിൽ ചില കെമിക്കൽസ് കോണ്ടാക്ട് വരുമ്പോൾ നാച്ചുറലി തന്നെ അതിന്റെ സെല്ലിലുള്ള ക്രോമസോം നമ്പർ ഇരട്ടിക്കാറുണ്ട്. അങ്ങനെ പോളിപ്ലോയിഡ് സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ റേഡിയേഷൻ അഫക്ട് ചെയ്യുമ്പോൾ പോളിപ്ലോയിഡ് സംഭവിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് ഈനോതെറ ലാമാർക്കിയാന എന്ന പ്ലാന്റ് സംഭവിച്ചത്. ഇത് ആദ്യകാലങ്ങളിൽ കണ്ടെത്തിയ ഒരു നാച്ചുറൽ പോളിപ്ലോയിഡിക്ക് ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ഈ മോണോപ്ലോയിഡിയും പോളിപ്ലോയിഡിയും സംഭവിക്കുന്നത്? നമുക്കറിയാം മിയോസിസിൽ നമുക്കറിയാം 2 സെറ്റ് ക്രോമസോം അനാഫേസ് ഫസ്റ്റ് കഴിയുമ്പോൾ ഓരോ സെറ്റും പൂർണ്ണമായിട്ട് വിഭജിച്ച് മാറും. അതാണല്ലോ റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ റിഡക്ഷൻ നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഹാപ്ലോയിഡ് ഗ്യാമിറ്റിന് പകരം ഡിപ്ലോയിഡ് ഗ്യാമിറ്റുകൾ ഉണ്ടാകും. അതായത് നോർമലി ഹാപ്ലോയിഡ് ഗ്യാമിറ്റ് ഉണ്ടാകുന്നത് റിഡക്ഷൻ എന്ന പ്രോസസ് വഴിയാണ്. പിന്നെ അതുപോലെ ക്രോമസോം പെയറിംഗ് നടക്കുമ്പോൾ ഡിസ്ജങ്ഷൻ എന്ന പ്രോസസ് ഉണ്ട്. അച്ഛന്റെയും അമ്മയുടെ ക്രോമസോം ജോഡിയായിട്ടിരിക്കുന്ന സിനാപ്സ് എന്ന് പറയും. അത് ആ ഗ്യാമിറ്റ് ഫ്യോം ചെയ്ത് തൊട്ട് മുമ്പ്, അതിൽ അനാഫേസിന് തൊട്ട് മുമ്പായിട്ട് പ്രോഫേസിന്റെ അവസാന ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഡിസ്ജങ്ഷൻ നടന്ന് രണ്ടും പൂർണ്ണമായിട്ടും വേർതിരിയുന്നു. അതിനുശേഷമാണ് അനാഫേസ് നടന്ന് പൂർണ്ണമായിട്ട് റിഡക്ഷൻ സംഭവിക്കുന്നത്. ഈ ഒരു റിഡക്ഷൻ ഡിവിഷൻ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഡിസ്റ്റൻഷൻ നടക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് ഡിപ്ലോയിഡ് ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ഡിപ്ലോയിഡ് ഗ്യാമീറ്റ് ഏതെങ്കിലും ഒരു ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിപ്ലോയിഡ് പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പോളിപ്ലോയിഡ് സംഭവിക്കാറുണ്ട്. സൈറ്റോകൈനസ് നടക്കാതിരിക്കുന്ന സമയത്ത് ക്രോമസോം മൂവ് ചെയ്ത് കഴിഞ്ഞു, എന്നാൽ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാതിരിക്കുന്ന സമയത്ത്, സൈറ്റോകൈനസ് നടക്കാത്ത സമയത്ത് ഒരു സെല്ലിനകത്ത് 2 സെറ്റ് ക്രോമസോമിന് കാണപ്പെടുന്നു. 2 സെല്ല് ആകുന്നതിന് പകരം ആ സൈറ്റോകൈനസ് നടക്കാതിരിക്കുമ്പോൾ ഒരു സെല്ലിനകത്ത് തന്നെ ആ ഇരട്ടിച്ച ക്രോമസോം അതുപോലെ കാണപ്പെടുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിലുള്ള ഗ്യാമീറ്റുകൾ മറ്റൊരു ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റുമായിട്ടോ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഗ്യാമീറ്റോട്ടോ ഫ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു ഹാപ്ലോയിഡ് ഗ്യാമീറ്റ് ഈ നേരത്തെ പറഞ്ഞ അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ഡിപ്ലോയിഡ് ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ഗ്യാമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ പോളിപ്ലോയിഡ് അല്ലെങ്കിൽ ട്രൈപ്ലോയിഡോ അല്ലെങ്കിൽ
ടെട്രാപ്ലോയിഡ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന പോളിപ്ലോയിഡുകളുടെ സവിശേഷത എന്തൊക്കെയാണ്? സാധാരണ ഇത്തരം ചെടികൾ വളരെ വലുതായിരിക്കും, അതുപോലെ തന്നെ എഫിഷ്യൻസി വളരെ കൂടുതൽ, ഊർജ്ജസ്വലത ഉള്ളതായിരിക്കും. ഒറ്റ സംഖ്യ ക്രോമസോം ഉള്ളപ്പോൾ സസ്യങ്ങൾക്ക് അണുവിമുക്തമായിരിക്കും, പ്രത്യേകിച്ച് ട്രൈപ്ലോയിഡിന്റെ സൃഷ്ടി. അതായത് ഒറ്റ സെറ്റും അതുപോലെ ഡബിൾ സെറ്റും കൂടെ ചേർന്നുണ്ടാകുന്ന ട്രിപ്ലോയിഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു ഒറ്റ സെറ്റ് ക്രോമസോം അഡീഷണൽ ആയിട്ട് ചേർന്നിട്ടുണ്ട്, അത് അണുവിമുക്തമായിരിക്കും. അപ്പോൾ കുറച്ച് ഡിസീസ് റെസിന്റെ പവർ കൂടുതലായിരിക്കും. സ്വയം ബീജസങ്കലനം കാരണം സസ്യങ്ങളിലെ പോളിപ്ലോയിഡ് സസ്യ സ്പീഷീസ് വൽക്കരണത്തിനും വൈവിധ്യവൽക്കരണത്തിനും കാരണമാകുന്നു. അതായത് സ്വന്തമായിട്ട് ബീജസങ്കലനം നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഹാപ്ലോയിഡ് ഡിപ്ലോയിഡുമായിട്ട് ചേരുമ്പോഴോ ഡിപ്ലോയിഡ് ഗ്യാമീറ്റ് ഡിപ്ലോയിഡുമായിട്ട് ചേരുമ്പോഴോ പുതിയ സ്പീഷീസ് ഉണ്ടാകാനും ഡൈവേഴ്സിറ്റി വേരിയേഷനുള്ള ഡൈവേഴ്സിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സാധാരണ ക്രോസ് ഹൈബ്രിഡ് നടത്തുമ്പോൾ സങ്കരനങ്ങളിൽ സ്റ്റെറിലിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ, വന്ധ്യത ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. രണ്ട് വ്യത്യസ്ത ചെടികൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന പുതിയ സ്പീഷീസിന് അതിൽ നിന്നും പുതിയ സന്താനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള ഹൈബ്രിഡുകളിൽ നമുക്ക് ആ സെല്ലുകളെ പോളിപ്ലോയിഡിക്ക് വിധേയമാക്കുകയാണെങ്കിൽ ആ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വീണ്ടെടുക്കാൻ കഴിയും. അതുപോലെ സങ്കര ഇനത്തിലെ തടസ്സങ്ങൾ മറികടക്കാൻ പറ്റും. ക്രോസ് ഹൈബ്രിഡേഷനിൽ ഉണ്ടാകുന്ന ബാരിയേഴ്സും തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. കീട പ്രതിരോധവും അതുപോലെ സമ്മർദ്ദ സഹിഷ്ണുതയും സ്ട്രെസ് ടോളറൻസ് വർദ്ധിപ്പിക്കാൻ പറ്റും. കീടങ്ങളെ ചെറുക്കാനുള്ള കഴിവും സ്ട്രെസ് ടോളറൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും. പോളിപ്ലോയിഡ് പ്രധാനമായിട്ട് രണ്ട് തരത്തിലുണ്ട്. ഓട്ടോ പോളിപ്ലോയിഡ് എന്നും അലോ പോളിപ്ലോയിഡ് എന്നും രണ്ട് തരത്തിൽ തിരിക്കാം. എന്താണ് ഓട്ടോ പോളിപ്ലോയിഡ്? ആ ഒരു ചിത്രം ഒരു നോർമലി ഡിപ്ലോയിഡ് പാരന്റ് സെല്ലാണ്. അതിൻ്റെ അകത്ത് 4 ക്രോമസോം ഉണ്ട്. അതിൽ 2 സെറ്റായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് അച്ഛന്റെ ഒരു സെറ്റും അമ്മയുടെ ഒരു സെറ്റും. ഇപ്പൊ 4 ക്രോമസോം ഉണ്ടെങ്കിൽ 2 സെറ്റാണ്. ഇപ്പൊ ടോട്ടൽ 4 ക്രോമസോം, 2 അച്ഛന്റെയും 2 അമ്മയുടെയാണ്. ഇത് അതേപോലെ ഇരട്ടിച്ചിരിക്കുന്നതാണ്. ഈ ഒരു അവസ്ഥയാണ് ഓട്ടോ പോളിപ്ലോയിഡ്. ഉള്ള ക്രോമസോം നമ്പറിന്റെ ഇരട്ടി ഉണ്ടാവുക, ഉള്ളതിന്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുന്ന അവസ്ഥയാണ് ഓട്ടോ പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഊനഭകത്തിന്റെ പിശക് കാരണം മിയോസിസിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു എറർ കാരണമാണ് എല്ലാ സെറ്റ് ക്രോമസോമുകളും അതേ കണക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അതായത് സെയിം സ്പീഷീസിന്റെ ക്രോമസോം അതുപോലെ ഇരട്ടിക്കുക. അപ്പോൾ ഒരു പാരന്റ് സെൽ എടുത്തപ്പോൾ അതൊരു സ്പീഷീസിന്റെയാണ്, അതിലുള്ള ക്രോമസോം അതേപോലെ ഇരട്ടിക്കുന്ന കണ്ടീഷനാണ്, ഇരട്ടിക്കുകയോ അല്ലെങ്കിൽ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തു വരുന്ന കണ്ടീഷനാണ് ഓട്ടോ പോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഒരു ജീനോമിന്റെ ക്രോമസോമിന്റെ അടിസ്ഥാന സെറ്റിന്റെ ഒന്നിലധികം പകർപ്പുകൾ. ഇപ്പൊ എക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടിയാകാം, 3 ഇരട്ടിയാകാം, 4 ഇരട്ടിയാകാം. ഏത് കണ്ടീഷനും ഓട്ടോ പോളിപ്ലോയിഡ്. ഊനഭംഗത്തിൽ റിഡക്ഷൻ നടക്കാത്തതിന്റെ ഗ്യാമീറ്റുകളുടെ സംയോജനത്തിൽ സാധാരണ ഉണ്ടാകാറുണ്ട്. പ്രകൃതിയിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ മിയോസ് നടക്കുമ്പോൾ എറർ ഉണ്ടാകുമ്പോൾ ഡിപ്ലോയിഡ് ഗ്യാമീറ്റ് ഉണ്ടാകും. അങ്ങനെ ഡിപ്ലോയിഡ് ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നാച്ചുറലി നടക്കാറുണ്ട്. അൽഫാൽഫ, നിലക്കടല, ഉരുളക്കിഴങ്ങ്, കാപ്പി തുടങ്ങിയ ചെടികളിൽ ടെട്രാപ്ലോയിഡ് ഉണ്ടാകുന്നതും അതുപോലെ ട്രിപ്ലോയിഡ് വാഴപ്പഴം. ഇന്ന് ട്രിപ്ലോയിഡ് വാഴപ്പഴം ഒരുപാട് അവൈലബിൾ ആണ്. വളരെയധികം വിപണിയിൽ ഉപയോഗ സാധ്യതയുള്ള ഒരു ചെടിയാണ് ട്രിപ്ലോയിഡ് വാഴപ്പഴം. അതെല്ലാം ഈ സ്വാഭാവികമായിട്ട് നാച്ചുറലി ഉണ്ടായ ഓട്ടോപ്ലോയിഡുകളിൽ ഉൾപ്പെടുന്നതാണ്. ഓട്ടോപ്ലോയിഡ് നാച്ചുറലായിട്ട് ഉണ്ടാവാറുണ്ട്, ആർട്ടിഫിഷ്യൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചില കെമിക്കൽസ് ട്രീറ്റ് ചെയ്യും. അതിന് ഉപയോഗിക്കുന്നതാണ് കോൾച്ചിസൈൻ. കോൾച്ചിക്കം ഓൾട്ടർനെ എന്ന പ്ലാന്റിന്റെ കോം, അതിന്റെ കിഴങ്ങിൽ നിൽക്കുന്ന ഒരു രാസവസ്തുവാണ്. ഈ രാസവസ്തു ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനുള്ള ക്രോമസോമിനെ ഇരട്ടിക്ക് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അത് ആർട്ടിഫിഷ്യലി ചെയ്യുന്ന കാര്യമാണ്. കോൾച്ചിസൈൻ ഉപയോഗിച്ച് നമുക്ക് ടെട്രാപ്ലോയിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഉള്ളതിന് ഡബിൾ ആക്കാൻ പറ്റും. ടെട്രാപ്ലോയിഡ് ഇപ്പൊ കാണിച്ചിരുന്ന ടെട്രാപ്ലോയിഡ് ഇതുപോലെ ഉള്ള ക്രോമസോമിന്റെ ഇരട്ടി ഉണ്ടാക്കാൻ പറ്റുന്നത് ചില കെമിക്കൽസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അലോ പോളിപ്ലോയിഡ്? അലോ പോളിപ്ലോയിഡ് എന്ന് പറയുമ്പോൾ 2 വ്യത്യസ്ത സ്പീഷീസുള്ള ക്രോമസോം ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കും. അതായത് ഒരേ ക്രോമസോമിന്റെ ഇരട്ടിയായിരിക്കില്ല, 2 വ്യത്യസ്ത സ്പീഷീസുള്ള ഒരു ബന്ധമില്ലാത്ത ഹോമലോസ് ക്രോമസോം ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു ഓർഗാൻസിന്റെ ഒരു സെറ്റ് ക്രോമസോം അല്ലെങ്കിൽ 2 സെറ്റ് ക്രോമസോമിന്റെ കൂടെ മറ്റൊരു സ്പീഷീസിന്റെ ഒരു സെറ്റും കൂടെ വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രത്യേകത അതിന്റെ ഒന്നാമത്തെ ക്രോമസോം ചിലപ്പോൾ ഒരേ ജോഡി ആയിരിക്കണമെന്നില്ല. അപ്പൊ അതാണ് നോൺ ഹോമലോസ് ക്രോമസോം വരുന്ന ഒരു അവസ്ഥയാണ്. ഭാഗികമായിട്ട് ഹോമലോസ് ക്രോമസോകളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. അതിന് ഹോമിയോലോഗസ് എന്ന കണ്ടീഷൻ പറയും. അപ്പൊ ഒന്നോ അതിലധികമോ അടുത്ത ബന്ധമുള്ള സ്പീഷീസുകളുടെ ഹൈബ്രിഡിലാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ കുറച്ച് അടുത്ത ബന്ധമുള്ള സ്പീഷീസുകൾ തമ്മിൽ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ 2 വ്യത്യസ്ത സ്പീഷീസ് ആകുമ്പോൾ ഈ 2ന്റെയും ക്രോമസോം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് അലോപ്ലോയിഡ് എന്ന് പറയുന്നത്. അത് ഉള്ള ആ ഒരു അവസ്ഥ നമുക്ക് വീണ്ടും അതിന്റെ ഇരട്ടിയാക്കാം, ടെട്രാപ്ലോയിഡ് ആക്കാം, ഹെക്സാപ്ലോയിഡ് ആക്കാം. ആ ഒരു കണ്ടീഷനാണ് അലോപ്ലോയിഡ് എന്ന് അറിയപ്പെടുന്നത്. അതായത് വ്യത്യസ്ത സ്പീഷീസുകളിൽ നിന്നുള്ള ജീനോമുകളുടെ സംയോജനം. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പല സ്പീഷീസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ
ക്രോമസോമുകൾ ഒരുമിച്ചുണ്ടാകുന്ന അവസ്ഥയാണ് അലോപോളിപ്ലോയിഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ സ്പീഷീസിനുള്ളിൽ റിഡക്ഷൻ നടക്കാത്ത ഗ്യാമീറ്റുകൾ ഫ്യൂസ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ ക്രോമസോം ഇരട്ടിയാക്കുമ്പോൾ ഈ ഒരു പ്രത്യേകത ഉണ്ടാകാറുണ്ട്. ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് വ്യത്യസ്ത പ്ലാനുകൾ തമ്മിൽ ചേർന്നുണ്ടാകുന്ന ക്രോമസോം അലോപ്ലോയിഡ് ആണ്. അതിനെ ഇരട്ടിയാക്കാം. ആ ക്രോമസോം ഇരട്ടിയാക്കുമ്പോഴും പോളിപ്ലോയിഡ് ഉണ്ടാകുന്നുണ്ട്, അതായത് അലോപോളിപ്ലോയിഡ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കാത്ത ഗ്യാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോഴും പോളിപ്ലോയിഡ് ഉണ്ടാകുന്നുണ്ട്. ഈ സംവിധാനത്തിന് നോൺ ഡിസ്ജങ്ഷൻ എന്നും അറിയപ്പെടുന്നു. ഡിസ്ജങ്ഷൻ നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നോൺ ഡിസ്ജങ്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഊനഭംഗത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ സസ്യങ്ങളുടെ ശക്തി കുറയാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വളരെയധികം മുന്നിൽ നിൽക്കുന്ന കുറച്ച് വിളകളുണ്ട്, അതെല്ലാം അലോപ്ലോയിഡ് ആണ്. എക്സാമ്പിൾ സ്ട്രോബെറി, ഗോതമ്പ്, ഓട്സ്, അപ്ലാന്റ് കോട്ടൺ മെക്സിക്കൻ വെറൈറ്റി ആണ്. അതുപോലെ എണ്ണക്കുരു, ഒരു സീഡ്, റേപ്പ് സീഡ് എന്നാണ് അറിയപ്പെടുന്നത്, അതിൽ നിന്ന് എണ്ണ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലൂബെറി, കടുക് തുടങ്ങിയതെല്ലാം അലോപ്ലോയിഡ് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ള ക്രോപ്സുകൾ. നേരത്തെ പറഞ്ഞ കാര്യം ഒരു ചിത്രപരം സങ്കല്പം നോക്കാം. ഒരു സ്പീഷീസിൽ നിന്നുള്ള നോർമലി ഉള്ള ഹാപ്ലോയിഡ് ഗ്യാമറ്റും മറ്റൊരു സ്പീഷീസിൽ നിന്നുള്ള ഡിപ്ലോയിഡ് ഗ്യാമറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ ക്രോമസോം ജോഡിയാകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഹാപ്ലോയിഡും ഡിപ്ലോയിഡും തമ്മിൽ ചേർന്നുണ്ടാകുന്ന ഒരു പോളിപ്ലോയിഡ് കണ്ടീഷൻ ഇരിക്കുകയാണ്. ഇത് സാധാരണ ഉണ്ടാകുന്ന ചെടികളെല്ലാം വന്ധ്യതയുള്ളവരായിരിക്കും. കാരണം നോർമലി ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പുതിയ പ്രോഡക്റ്റ് എന്നുള്ളത് വന്ധ്യതയുള്ള കണ്ടീഷനിലായിരിക്കും കാണപ്പെടുന്നത്. ഈ കണ്ടീഷനുള്ള സെല്ലുകളെ വീണ്ടും നമുക്ക് അതിന്റെ ക്രോമസോം ഇരട്ടിക്കാം. ഒന്നുകിൽ അതിന്റെ കൂടെ ഹാപ്ലോയിഡ് ഗ്യാമറ്റ് ഫ്യൂസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ കോൾഡ് ഷോക്ക് കൊടുത്ത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രോമസോമിനെ ഇരട്ടിക്കുക. അങ്ങനെ ക്രോമസോമുകളെ ഇരട്ടിയാക്കുന്ന പ്രത്യേകതയുണ്ട്. അതാണ് അലോപ്ലോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ അലോപ്ലോയിഡുകൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സസ്യം മിക്കതും ഫലഭൂഷ്ടമായിട്ടുള്ള പുതിയ ക്യാരക്ടേഴ്സ് ഉള്ള പ്ലാന്റുകളായിരിക്കും ഉണ്ടായി വരുന്നത്. ഉദാഹരണമായിട്ട് ക്യാബേജ്. ക്യാബേജിന്റെ പേര് നമുക്കറിയാം, ബ്രാസിക്ക ഒലറേസിയാണ്. അതിന്റെ ഒരു ഹാപ്ലോയിഡ് ഗ്യാമറ്റും മുള്ളങ്കി റാഡിഷ്, അതായത് റഫാനസ് സറ്റേവസിന്റെ ഇതുപോലുള്ള ഒരു ഗ്യാമറ്റ് എടുത്ത് ഫ്യൂസ് ചെയ്യും. രണ്ടിന്റെയും ക്രോമസോം നമ്പർ 18 ആയതുകൊണ്ട് രണ്ടിന്റെയും ക്രോമസോം ഉൾക്കൊള്ളുന്ന ഒരു പുതിയ സെല്ല് ഉണ്ടാക്കിയെടുക്കും. ഇതിന്റെ പ്രത്യേകത എന്താണ്? അലോപ്ലോയിഡ് അല്ലേ. കാരണം എന്താ? രണ്ട് ഡിഫറന്റ് സെറ്റ് ക്രോമസോം ഒരുമിച്ചിരിക്കുന്നു. ഒരേ ക്യാരക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോങ്ങളാണോ? അല്ല, രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോം, ഒരു ബന്ധമില്ലാത്ത ക്രോമസോമുകൾ ഒരുമിച്ചിരിക്കുന്ന അവസ്ഥയാണ് അലോപ്ലോയിഡ്. ഈ ഒരു സെല്ലിനെ നേരത്തെ പറഞ്ഞതൊക്കെ ഏതെങ്കിലും കണ്ടീഷനിൽ അതിന്റെ ക്രോമസോം മൾട്ടിപ്ലൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പുതിയ പ്ലാന്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. ആ പ്ലാന്റ് ആണ് റഫാനോ ബ്രാസിക്ക എന്ന് പറയുന്നത്. റഫാനോ ബ്രാസിക്ക ക്യാബേജിന്റെയും റാഡിഷിന്റെയും തമ്മിൽ ക്രോസ് ആണ്. അപ്പോൾ അലോപ്ലോയിഡ് നോർമലി ഉണ്ടാകുമ്പോൾ വന്ധ്യത ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വന്ധ്യത ഉണ്ടാകുന്ന സെല്ലുകളിൽ വീണ്ടും ആ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ക്രോമസോമിന് ഒരു ജോഡികൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ചുകൂടെ ഹോമലോഗസ് ആക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ചേരുമ്പോൾ ഡിപ്ലോയിഡ് എന്തായാലും ഹോമലോഗസ് ആണ്, ഹാപ്ലോയിഡ് ഒറ്റപ്പെട്ട് നിൽക്കുകയല്ലേ. ആ ഹാപ്ലോയിഡിന് വീണ്ടും ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനുള്ള ക്രോമസോം നൽകുകയാണെങ്കിൽ ഈ വന്ധ്യത നമുക്ക് ലഘൂകരിക്കാൻ പറ്റും. അതിന് നല്ലൊരു ഫലഭൂഷ്ടമുള്ള ചെടിയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ വ്യത്യസ്ത ഗ്യാമറ്റുകൾ അല്ലെങ്കിൽ ക്രോമസോമുകൾ ചേരുന്ന അവസ്ഥയാണ് ആംബി ഡിപ്ലോയിഡുകൾ എന്ന് പറയുന്നത്. അലോപ്ലോയിഡിൽ ഈ സമാനമല്ലാത്ത ക്രോമസോം ഇരട്ടിയാകുന്ന അവസ്ഥയാണ് ആംബി ഡിപ്ലോയിഡ് എന്ന് പറയുന്നത്. ഒരു ഓട്ടോ പോളിപ്ലോയിഡിന്റെയും അലോപോളിപ്ലോയിഡിന്റെയും ഡിഫറൻസ് എന്തൊക്കെയാണ്? ഓട്ടോ പോളിപ്ലോയിഡിന്റെ പ്രത്യേകത ഒരേ ക്രോമസോമിന്റെ പകർപ്പുകളായിരിക്കും കാണപ്പെടുന്നതെങ്കിൽ അലോപോളിപ്ലോയിഡിലെ വ്യത്യസ്ത സ്പീഷീസുകളുടെ ക്രോമസോമുകൾ ചേർന്നായിരിക്കും കാണപ്പെടുന്നത്. ഓട്ടോ പോളിപ്ലോയിഡ് പ്രത്യേകത ഒരേ തരം ഗ്യാമറ്റ്, ഒരേ സ്പീഷീസിന്റെ ഗ്യാമറ്റുകൾ തമ്മിലാണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ അലോപോളിപ്ലോയിഡിൽ വ്യത്യസ്ത സ്പീഷീസുകളുടെ ഗ്യാമറ്റുകളാണ് ഫ്യൂസ് ചെയ്യുന്നത്. ഓട്ടോപ്ലോയിഡ് പ്രത്യേകത ഹോമലോസ് ക്രോമസോം അടങ്ങിയിരിക്കുന്നെങ്കിൽ മറ്റിടത്ത് ഹോമലോസ് ക്രോമസോം കാണപ്പെടുന്നില്ല. ക്രോമസോമുകളുടെ വിഭജനമില്ലാതെ നോൺ ഡിസ്ജങ്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ വ്യത്യസ്ത സ്പീഷീസുകൾ തമ്മിൽ ചേരുന്നതുകൊണ്ടായിരിക്കും അലോപ്ലോയിഡുകൾ ഉണ്ടാകുന്നത്. ഒരേ പാരന്റിൽ നിന്നുണ്ടായത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത് മിയോസിന് വിധേയമാകണമെന്നില്ല. എന്നാൽ ഇവിടെ മിയോസിന് വിധേയമാകാം. അലോപോളിപ്ലോയിഡ് മിയോസിന് വിധേയമാകാം. ഗോതമ്പ്, ഓട്സ്, കരിമ്പ്, ഉരുളക്കിഴങ്ങ്, നിലക്കടല, വാഴപ്പഴം, കാപ്പി തുടങ്ങിയ ചെടികളിൽ ഇത് കാണപ്പെടാറുണ്ട്. സാധാരണയായിട്ട് ഗോതമ്പ് പോലുള്ള വിളകളാണ് അലോപോളിപ്ലോയിഡ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പോളിപ്ലോയിഡുകളുടെ ഉപയോഗം എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉപയോഗമാണ് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കുക, വിത്തില്ലാത്ത ഫലങ്ങൾ ഉണ്ടാക്കുക. അതിൽ ഒന്നാണ് തണ്ണിമത്തൻ. തണ്ണിമത്തന്റെ പല വെറൈറ്റികളിലും വിത്തില്ലാത്ത തണ്ണിമത്തൻ ഇറങ്ങുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോളിപ്ലോയിഡ് ടെക്നിക്കിലൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ തണ്ണിമത്തൻ ട്രിപ്ലോയിഡ് കണ്ടീഷനിൽ 3 സെറ്റ് ക്രോമസോമുള്ള കണ്ടീഷനിൽ ട്രിപ്ലോയിഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് 1939 ഇഹാരയും നിഷിയാമയും ചേർന്നാണ് ആദ്യമായിട്ട് ഈ സീഡ്ലെസ് തണ്ണിമത്തൻ ഉണ്ടാക്കിയെടുത്തത്. അതിനുശേഷം 1971 കോൾച്ചിസൺ ഉപയോഗിച്ചിട്ട് ആൻഡ്രസൺ സയന്റിസ്റ്റും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
കോൾസൈൻ ഉപയോഗിച്ച് അഗ്രഭാഗത്തെ ഷൂട്ട് നെൽസൺ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയത് ബെനർ എന്ന സയന്റിസ്റ്റാണ് 2008 ഇതൊരു ഓട്ടോപോളിപ്ലോയിഡിയാണ്. ഓട്ടോപോളിയുടെ എക്സാമ്പിൾ ആണ് കണ്ടത്. രണ്ടാമത്താണ് ഇന്ന് നമ്മൾ കാണപ്പെടുന്ന നമ്മളിൽ ഉപയോഗിക്കുന്ന മുന്തിരികളുടെ പല വെറൈറ്റികൾ. കോൾസൈന്റെ ഉപയോഗം കൊണ്ട് പല ടെട്രാപ്ലോയിഡ് മുന്തിരികൾ ഇറങ്ങുന്നുണ്ട്. വലുപ്പം കൊണ്ട് തന്നെ നോർമൽ ഉള്ളതിനേക്കാൾ വലിയ സൈസിലുള്ള മുന്തിരികൾ ഇറങ്ങുന്നുണ്ട്. വിളവ് കൂടുതലുമായിരിക്കും. പിന്നെ അതിന്റെ ഹെക്സാപ്ലോയിഡും ഒക്ടാപ്ലോയിഡും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടെട്രാപ്ലോയിഡിന്റെ അത്ര എഫിഷ്യൻസി കാണില്ല. ഏറ്റവും നല്ലത് എപ്പോഴും ടെട്രാപ്ലോയിഡ് തന്നെയാണ്. ടെട്രാപ്ലോയിഡ് വാഴപ്പഴം ഇന്ന് വിപണിയിൽ ഏറ്റവും മികച്ചതായി കാണപ്പെടുന്നതാണ് ടെട്രാപ്ലോയിഡ് വാഴപ്പഴങ്ങൾ. ഇരട്ട ഡിപ്ലോയിഡുകൾ, ക്രോസ് ചെയ്യുന്ന ഡിപ്ലോയിഡുകൾ, ട്രൈപ്ലോയിഡുകൾ, ട്രിപ്ലോയിഡുകൾ എന്നിവയിലൂടെയാണ് ടെട്രാപ്ലോയിഡ് വാഴപ്പഴങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പനാമ വിൽറ്റ് രോഗത്തിനും സിഗറ്റോവ ഡിസീസിനെതിരെ ചെറുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തതാണ് പുതിയ സ്പീഷീസുകളുടെ ഉത്ഭവം. പോളിപ്ലോയിഡ് കണ്ടീഷൻ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടോ നടത്തുമ്പോൾ ഒരുപാട് പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നു. അതിന് എക്സാമ്പിൾ ആണ് റഫാനോ ബ്രാസിൽ. നേരത്തെ പറഞ്ഞു നമ്മുടെ ക്യാബേജും റാഡിഷും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള റഫാനോ ബ്രാസിൽ ഒരു പുതിയ വെറൈറ്റിയാണ്. അതുപോലെ ട്രിറ്റിക്കേൽ. ട്രിറ്റിക്കേൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു അലോപ്ലോയിഡ് ക്രോപ്പാണ്. ആദ്യമായിട്ട് മനുഷ്യൻ നിർമ്മിച്ചെടുത്ത ഒരു അലോപ്ലോയിഡ് ക്രോപ്പാണ് ട്രിറ്റിക്കേൽ എന്ന് പറയുന്നത്. ഗോതമ്പ് റൈൻ തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. 1875 ഇത് ഉണ്ടാക്കിയെടുത്തത്. വിൽസൺ എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ക്രോസ് ചെയ്തത്. ഗോതമ്പിന്റെ ട്രിപ്ലക്സ്, അതായത് ട്രിപ്ലോയിഡ് കണ്ടീഷനും ഹെക്സാപ്ലോയിഡ് കണ്ടീഷനും അതുപോലുള്ള റൈയുടെയും ട്രിപ്ലോയിഡ് അല്ലെങ്കിൽ ടെട്രാപ്ലോയിഡ് കണ്ടീഷനും തമ്മിൽ ക്രോസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ട്രിറ്റിക്കേൽ എന്ന പുതിയ സ്പീഷീസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നുള്ള ക്രോമസോമുകളെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ ഒക്ടാപ്ലോയിഡുകളുണ്ട്, അതുപോലെ ഹെക്സാപ്ലോയിഡുകളുണ്ട്, അതുപോലെ പല കണ്ടീഷനുള്ള ട്രിറ്റിക്കൽസ് കാണപ്പെടുന്നു. ഇതൊരു അലോപ്ലോയിഡിന് എക്സാമ്പിളാണ്. പോളിപ്ലോയിഡ് ഇഞ്ചി. ജിഞ്ചറിന്റെ ഒരു പോളിപ്ലോയിഡ് വെറൈറ്റി ഉത്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. സിഞ്ചിബർ ഒഫിഷ്യൽ റോസ്ക് എന്നാണ് ആ വെറൈറ്റിയുടെ പ്രത്യേകത. ഉള്ള ക്രോമസോൺ ഡബിൾ ആക്കുക ടെട്രാപ്ലോയിഡ് കണ്ടീഷനിൽ ആക്കിയിട്ടാണ് ഇഞ്ചികളെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പൈലയുടെ നീളവും കനവും വീതിയും അതുപോലെ തണ്ടിന്റെ വ്യാസവും ഒക്കെ നോർമൽ നിന്നും വ്യത്യാസം വലിപ്പം ഉള്ളതായിരിക്കും. ടെട്രാപ്ലോയിഡ് ഇഞ്ചിയുടെ പ്രത്യേകത കരോട്ടിന്റെ സാന്ദ്രത ഡെൻസിറ്റി വളരെ കൂടുതലാണ്. സാധാരണ സസ്യങ്ങളേക്കാൾ 1.35 മടങ്ങ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. വിളവ് വളരെ കൂടുതൽ. നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ വലിയ സൈസ് ആകുമ്പോൾ കുറച്ചുകൂടെ വിളവ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. ഇത് ഒരു ഓട്ടോപ്ലോയിഡ് ആണെങ്കിലും ഇന്ന് അലോപ്ലോയിഡ് ടെക്നിക്കിലൂടെയും ഇഞ്ചികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്രൈസാന്തമം ഓർ ജമന്തി, അതായത് ജമന്തിയുടെ പല വെറൈറ്റികൾ ഇന്ന് വിപണിയിൽ എത്തുന്നത് ഇതുപോലുള്ള പോളിപ്ലോയിഡ് വെറൈറ്റികളായിരിക്കും. ഡിപ്ലോയിഡ് ക്രോമസോമുകൾ അടങ്ങിയിരിക്കുന്നതിനെ കോൾസൈൻ എന്ന കെമിക്കലിന്റെ സഹായത്താൽ അതിന്റെ ക്രോമസോം ഇരട്ടിച്ചിട്ട് ടെട്രാപ്ലോയിഡ് ജമന്തികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നുണ്ട്. പൂവിന്റെ വലുപ്പം, പരിശുദ്ധി, തണ്ടിന്റെ വലുപ്പം ഒക്കെ അതിന്റെ കെമിക്കൽ കണ്ടന്റ് ഒക്കെ കുറച്ചുകൂടി എഫിഷ്യൻസി ആയിട്ട് കൂട്ടി അത് വളരെ കൂടുതലാക്കിയിട്ടുള്ള ജമന്തികളാണ് ഇറങ്ങുന്നത്. അടുത്തത് നെല്ലിന്റെ വെറൈറ്റികൾ. 2 തരം നെൽ വെറൈറ്റികളെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അതിനെ പിന്നീട് പോളിപ്ലോയിഡ് കണ്ടീഷനിലൂടെ മാറ്റിയിട്ട് പുതിയ നെല്ലുകളെ ഉത്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇൻഡിക്ക, ജപ്പോണിക്ക തുടങ്ങിയ നെല്ലിനങ്ങളെ തമ്മിൽ സങ്കലനം ചെയ്തിട്ട് ആ സന്ധികളെ ആദ്യം ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുത്തു. പിന്നെ ആ ഹൈബ്രിഡുള്ള ക്രോമസോമുകൾ ഇരട്ടിക്കുന്ന ജീനുകളായിട്ട് സങ്കലനം ചെയ്തിട്ട് പോളിപ്ലോയിഡ് ഉണ്ടാക്കിയെടുക്കുകയും പുതിയ നെല്ലിനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. സാധാരണ നെല്ലിനെ, ഡിപ്ലോയിഡ് നെല്ലിനെ അപേക്ഷിച്ച് ഇത്തരം ടെട്രാപ്ലോയിഡ് നെല്ലിന് ഉപ്പ് സഹിഷ്ണുത കുറവാണ്. അതായത് സാൾട്ട് ടോളറൻസ് വളരെ കുറവായി. സാധാരണ നെല്ലിന് അത് ഉണ്ടായിരിക്കും, പക്ഷേ ടെട്രാപ്ലോയിഡ് അത് കുറവായി. അടുത്താണ് നമ്മുടെ ടോപ്പിക്കിലുള്ള മ്യൂട്ടേഷൻ പേര്. എന്താണ് മ്യൂട്ടേഷൻ? ഒരു ജീവിയുടെ ജനിതക രൂപത്തിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള പാരമ്പര്യ മാറ്റത്തെയാണ് മ്യൂട്ടേഷൻ അഥവാ ഉൽപരിവർത്തനം എന്ന് പറയുന്നത്. സഡൻ ഹെർത്തബിൾ ചെയ്യുന്ന ജീനോടൈപ്പ് ഓർഗാനിസം. ജീവിയുടെ ജീനോടൈപ്പ് ക്രോമസോമിന്റെ ജീനുകൾക്കുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം അത് ഹെർത്തബിൾ ആയിരിക്കും. തലമുറയിലോട്ട് മാറ്റം കൈമാറ്റം ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടേഷന് കാരണമാവുന്ന ഏജന്റുകളെ മ്യൂട്ടാജന്റ് എന്ന് പറയും. അത് നാച്ചുറൽ ആയിട്ടുള്ള ഏജന്റുകളുണ്ട്, ആർട്ടിഫിഷ്യൽ മനുഷ്യൻ കൊടുക്കുന്ന ഏജന്റുകളുടെ സഹായത്തിലും മ്യൂട്ടേഷൻ നടക്കാറുണ്ട്. സസ്യങ്ങളിൽ മ്യൂട്ടേഷൻ നടക്കുന്ന ഫലമായിട്ട് പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാകും. പ്രകൃതിയിൽ ഒരുപാട് നാച്ചുറൽ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് ഇന്ന് ഈ കാണുന്ന പല വെറൈറ്റി ചെടികളും ഉണ്ടാവുന്നത്. സസ്യങ്ങളിൽ നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യും, എന്നാൽ അനിമൽസിൽ ചിലപ്പോൾ അത് മാരകമായേക്കാം. പ്രകൃതിയിൽ ആകസ്മികം വരും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ കൃത്രിമമായിട്ടോ മ്യൂട്ടേഷൻ നടക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് പുതിയ വിളകളെ ഉണ്ടാക്കിയെടുക്കുന്ന ടെക്നിക്കിനെയാണ് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ നൽകാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നു. അത് രാസപദാർത്ഥങ്ങളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും വികിരണങ്ങൾ, ഫിസിക്കൽ ഏജന്റുകളാകാം. സാധാരണയായിട്ട് മ്യൂട്ടേഷൻ ഉപയോഗിക്കുന്ന കെമിക്കൽ രാസപദാർത്ഥങ്ങളാണ് ഈഥൈൽ മീഥൈൻ സൾഫോണേറ്റ് അല്ലെങ്കിൽ മീഥൈൽ മീഥൈൻ സൾഫോണേറ്റ്, കോൾച്ചിസൈൻ, നേരത്തെ പറഞ്ഞ കോൾച്ചിസൈൻ, മസ്റ്റാർഡ് ഗ്യാസ്, നൈട്രസ് ആസിഡ്, സോഡിയം അസൈഡ്,
DNA ബേസിന് സമാനമായ ബേസ് അനലോഗുകൾ എക്സാമ്പിളാണ് 5-ബ്രോമോ യുറാസിൽ അല്ലെങ്കിൽ 5-ക്ലോറോ യുറാസിൽ പോലുള്ള ബേസ് അനലോഗുകൾ. എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ? ഒരു DNA ബേസ് പെയറിൽ പെട്ടെന്നുണ്ടാകുന്ന ഡിലീഷൻ അല്ലെങ്കിൽ അഡിഷൻ, ഒരു ബേസ് പെയർ കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുന്ന മ്യൂട്ടേഷനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയും. അങ്ങനെയുള്ള ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷന് കാരണമാവുന്ന അക്രഡൈൻ ഡൈകൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രോഫ്ലാവിൻ, അക്രഡൈൻ യെല്ലോ, അക്രഡൈൻ ഓറഞ്ച് പോലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മ്യൂട്ടേഷൻ ഉണ്ടാകാം. മ്യൂട്ടേഷൻ ഉണ്ടാകുമ്പോൾ ജീനുകൾക്ക് മാറ്റം വരും. ചിലപ്പോൾ അത് പോളിപ്ലോയിഡി ആകാം, അങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകാം. അതിൽ നിന്ന് പുതിയ വെറൈറ്റികൾ ഉത്പാദിപ്പിച്ചെടുക്കാം. കോൾച്ചിക്കം ഓൾട്ടനിന്റെ കിഴങ്ങ് നിൽക്കുന്ന രാസപദാർത്ഥമാണ് കോൾസിസൈൻ. നേരത്തെ പറഞ്ഞ പോളിപ്ലോയിഡ് ബ്രീഡിംഗ് ഉള്ള ക്രോമസോം ഇരട്ടിയാക്കാൻ സഹായിക്കുന്നത് കോൾസിസൈൻ. മ്യൂട്ടേഷന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന വികിരണങ്ങളാണ് എക്സ്റേസ്, അൾട്രാവയലറ്റ് റേസ്, ഗാമ റേഡിയേഷൻ പോലുള്ള മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് മ്യൂട്ടേഷൻ ബ്രീഡിംഗ് ചെയ്തൊരു ഇനമാണ് നേരത്തെ പറഞ്ഞ ഒയിനോതെറ ലാമാർക്കിയാന്. ഹ്യൂഗോ ഡീവൽസ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. മ്യൂട്ടേഷൻ ബ്രീഡിംഗ് വിളകൾ എന്തൊക്കെയാണ്? മ്യൂട്ടേഷന്റെ ഫലമായിട്ട് ഉണ്ടാക്കിയെടുത്ത പുതിയ ഇനം വിളകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു ചെറുപയർ, മങ് ബീൻ. യെല്ലോ മൊസൈക് വൈറസിനെയും പൗൾട്രി മൽഡ്യൂ എന്ന ഫംഗൽ ഡിസീസിനെയും ചെറുക്കാൻ കഴിയുന്ന ഒരു ചെറുപയറിനെ മ്യൂട്ടേഷൻ ബ്രീഡിംഗിലൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആംബർ നിറത്തിലുള്ള ഗോതമ്പുകൾ, യെല്ലോ ഓറഞ്ച് ഷെയ്ഡിലുള്ള പുതിയ ഗോതമ്പ് വെറൈറ്റികൾ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഉത്പാദിപ്പിച്ചിരിക്കുന്നത് സോണോറ 64 എന്ന നിലവിലുള്ള ഉണ്ടായിരുന്ന ഒരു ഗോതമ്പ് വെറൈറ്റിയിൽ നിന്നും മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ സബാദി സൊണോറ എന്നൊരു പുതിയ ഗോതമ്പിനെ IARI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായ സയന്റിസ്റ്റ് MS സ്വാമിനാഥനാണ്. നമ്മുടെ ഇന്ത്യയിലെ ഹരിതവകുപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥനാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഗാമ റേഡിയേഷൻ കൊടുത്താണ് ഡെവലപ്പ് ചെയ്തത്. ഈ ചെടിക്ക് സലിനിറ്റിയും അതുപോലെ ഡ്രൗട്ടിനെയൊക്കെ ടോളറന്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലായി. അതുപോലെ ലെർമ റോജോ 64A എന്ന ഗോതമ്പിൽ നിന്നും പുതിയൊരു ഗോതമ്പിനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന്റെ പേരാണ് പുസ ലെർമ. അത് ഗാമ റേഡിയേഷൻ കൊടുത്തിട്ടാണ് ലോഡ്ജിങ് റെസിസ്റ്റൻസ്, പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന അതിന്റെ വിളകൾ അല്ലെങ്കിൽ കതിരുകൾ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്നത് തടയുന്ന രീതിയിലുള്ള ഒരു വെറൈറ്റിയാണ് പുസ ലെർമ എന്ന വെറൈറ്റി. നെല്ലുകളുടെയും ഒരുപാട് വെറൈറ്റികളിൽ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ നെല്ലിനങ്ങളാണ് KT 2074, SH 3021 തുടങ്ങിയവ ചൈനയാണ് ഉത്പാദിപ്പിച്ചത്. അതുപോലെ ഗാമ റേഡിയേഷൻ നൽകി ഉണ്ടാക്കിയെടുത്ത അത്യുൽപാദന ശേഷിയുള്ള മറ്റൊരു നെല്ലിനമാണ് റൈമൈ എന്ന് പറയുന്നത്. ജപ്പാനാണ് നിർമ്മിച്ചെടുത്തത്. ഇത് ലോഡ്ജിങ് റെസിസ്റ്റൻസ്, നമുക്ക് ലോഡ്ജിങ് റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഉള്ളവയാണ്. വെണ്ടയുടെയും ഒരുപാട് വെറൈറ്റികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വെറൈറ്റിയാണ് പർഫാനി ഗ്രാൻഡി. യെല്ലോ മൊസൈക് വൈറസുകളെ ചെറുക്കാൻ കപ്പാസിറ്റി ഉള്ള അത്യുൽപാദന ശേഷിയുള്ള ഒരു വെണ്ട ഇനമാണ് പർഫാനി ഗ്രാൻഡി. ഇതിൽ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്. കരിമ്പിന്റെയും പുതിയ ഇനത്തിനെ മ്യൂട്ടേഷൻ ബ്രീഡിങ്ങിലൂടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട്. ചുവന്ന ചെഞ്ചിയൽ അസുഖത്തിന്, ബ്ലഡ് ക്ലോട്ട് ഓഫ് ഷുഗർ എന്ന് കേട്ടില്ലേ, ചെഞ്ചിയൽ ഡിസീസിനെ പ്രതിരോധിക്കുന്ന CO 499 എന്ന ഇനം കരിമ്പ് ഇന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോഡ്ജിങ് റെസിസ്റ്റന്റ് കപ്പാസിറ്റി ഉള്ള ബാറുകളും ഇറങ്ങിയിട്ടുണ്ട്. ഡയമണ്ട്, ഗോൾഡൻ പ്രോമിസ് എന്നറിയപ്പെടുന്ന ഇനങ്ങൾ യൂറോപ്പാണ് ഡെവലപ്പ് ചെയ്തത്. അതുപോലെ ലൂതർ, അത് ഗാമ റേഡിയേഷൻ വഴിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ പെൻഡ്രാഡ്, എയർലി മെച്യൂരിറ്റി കാണിക്കുന്ന പെൻഡ്രാഡ് എന്ന മറ്റൊരു ഇനത്തെയും ബാർലിയും ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ പോളിപ്ലോയിഡ് ബ്രീഡിങ്ങും മ്യൂട്ടേഷൻ ബ്രീഡിങ്ങുമാണ്. എനിക്ക് കിട്ടാവുന്ന മാക്സിമം എക്സാമ്പിൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഉപയോഗം എന്ന് തോന്നുന്ന എക്സാമ്പിൾ ആണ് നോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന എക്സാമ്പിളുടെ കളക്ട് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.